പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 17-ാം തീയതി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങൾ. ഇന്ന് ദുഃഖത്തിന്റെ 2-ാം ദിവ്യരഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയെ പീലാത്തോസ് കൽത്തൂളിൽ കെട്ടി ചാട്ടവാർ കൊണ്ട് അടിക്കാൻ ഈശോയെ വിട്ടുകൊടുക്കുന്ന ആ ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒരുപാട് വേദനകൾ. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ബന്ധിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ പ്രഹരിക്കപ്പെട്ടത്? പ്രിയമുള്ളവരെ, മനുഷ്യന്റെ എണ്ണമറ്റ പാപങ്ങൾ, ആ പാപങ്ങൾ മൂലം മനുഷ്യന്റെ ആത്മാവിലും മനസ്സിലും ഒക്കെ ഏറ്റ മുറിവുകൾ വലുതാണ്. ഓരോ മനുഷ്യനും മുറിവേറ്റവനായി ഇന്ന് കഴിയുകയാണ്. ഈശോയുടെ ആ ചാട്ടവാർ അടിയിലൂടെ, ആഴമായ മുറിവുകളിലൂടെ ഒഴുകിയ രക്തം എന്നെയും നിന്നെയും സുഖപ്പെടുത്തുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 53-ാം അധ്യായം 5-ാം തിരുവചനം നമ്മൾ വായിക്കുന്നു, അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായിട്ട് മാറി. അതേ പ്രിയമുള്ളവരെ, ഈശോ മുറിവേറ്റത് നമ്മെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമുക്ക് മാമോദീസായിൽ നൽകപ്പെട്ട ആ സ്വർഗീയ പരിശുദ്ധി, നമുക്ക് നൽകപ്പെട്ട ലോകത്തിന്റെ അരൂപിക്ക് വിപരീതമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞുള്ള ജീവിതം ദൈവം നമുക്ക് പ്രദാനം ചെയ്തെങ്കിലും പാപത്തിലൂടെ നമ്മുടെ മേൽ വന്നു ചേർന്ന പാപത്തിന്റെ മാലിന്യങ്ങള്, നമ്മുടെ ആത്മാവിനേറ്റ മുറിവുകള് ഈശോ അവിടുത്തെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ഓരോരുത്തരും പറയുകയാണ്, ഇന്ന് ഈശോയെ മുറിവേൽപ്പിക്കുന്ന ഏറ്റവും വലിയ പാപം എന്നത് മനുഷ്യന്റെ അശുദ്ധിയാണ്. ദൈവം നൽകിയ ശരീരത്തെ, മനസ്സിനെയും ആത്മാവിനെയും മലിനപ്പെടുത്തുന്ന ലോകത്തിന്റെ ജഡത്തിന്റെ സുഖങ്ങളിലേക്കുള്ള മനുഷ്യന്റെ പരക്കം പാച്ചിൽ, അതിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, അതിലൂടെ എന്റെ പുത്രൻ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ദിവ്യരഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലൂടെ നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നതിലൂടെ അതൊരിക്കലും ഭാരമല്ല മക്കളെ, അത് നിങ്ങൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നതാണ്. എന്റെ പുത്രന്റെ മുറിവുകളെ മരുന്ന് വെച്ച് കെട്ടുന്ന, സൗഖ്യം നൽകുന്ന വലിയ സ്നേഹത്തിന്റെ ആ മരുന്ന് കൂട്ടുകളാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ, അമ്മ പ്രത്യക്ഷപ്പെടുന്ന ഇടങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്ന കാര്യങ്ങളാണ്. വിശ്വാസം ക്ഷയിക്കുന്നിടത്തും, അനീതി നടമാടുന്നിടത്തും, അധാർമികത കൊടികുത്തി വാഴുന്നിടത്തും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, മക്കളെ, നിങ്ങള് പരിഹാരത്തിന്റെ ജീവിതം, മനസാന്തരത്തിന്റെ ജീവിതം, പ്രാർത്ഥനയുടെ ജീവിതം നയിക്കാൻ തയ്യാറാകണം. നിങ്ങള് പാപം ഉപേക്ഷിക്കണം. നിങ്ങളെ ദൈവത്തിന്റെ ഛായ നഷ്ടപ്പെടുത്തുന്ന ലോകത്തിന്റെ അരൂപി, ഈ ജഡത്തിന്റെ മോഹങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള സുഖലോലുപതയിലേക്ക് ഒക്കെ നിങ്ങളെ നയിക്കുന്ന, നിങ്ങളുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന, നിങ്ങളെ അശുദ്ധരാക്കുന്ന, ദൈവിക ഛായ നഷ്ടപ്പെടുത്തുന്ന ആ ജീവിതത്തിന്റെ ചര്യകളിൽ നിങ്ങൾ മാറി ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളെ നമുക്ക് വിശുദ്ധീകരിക്കാം, നമ്മുടെ മനസ്സിനെ നമുക്ക് വിശുദ്ധീകരിക്കാം, നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഈശോയുടെ മുറിവുകളെ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ വിശുദ്ധ ജീവിതം വഴി അവിടുത്തെ മുറിവുകൾക്ക് നമുക്ക് ആശ്വാസമേകാം. ഈശോയുടെ തിരുമുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തം നമ്മെ ഓരോരുത്തരെയും സൗഖ്യമുള്ളവരാക്കി മാറ്റട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ആ ദിവ്യരഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇന്നത്തെ ലോകത്തിന്റെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്ന പുസ്തകത്തില് പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇന്നത്തെ ലോകത്തില് വിശ്വാസമില്ലാത്ത ലോകം, ദൈവത്തെ ഉപേക്ഷിച്ച ലോകം, അശുദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യര്, ഇതൊക്കെയാണ് ഇന്ന് എന്റെ പുത്രനെ ഒരുപാട് വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിതം നിങ്ങൾ ദൈവത്തിന് പ്രീതികരമാക്കി, നിങ്ങളുടെ ആത്മാവിനെ ഏറ്റവും വിശുദ്ധമാക്കി, ദൈവോന്മുഖമായി സ്വർഗത്തിന് അനുയോജ്യരാക്കി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കണം. ദൈവത്തെ കുറിച്ച് ഓർക്കണം. എന്റെ പുത്രൻ നിങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തം ഒരിക്കലും നഷ്ടമായിട്ട് പോകരുത്. അത് നിങ്ങളെ സൗഖ്യത്തിലേക്കും ജീവന്റെ സമൃദ്ധിയിലേക്കും നയിക്കാനായിട്ട് ഇടയാകട്ടെ. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.